ഹായ് ഫ്രണ്ട്സ്, നമ്മൾ SCRT ചാപ്റ്റേഴ്സ് ആണ് പഠിച്ചു വരുന്നത്. അപ്പോൾ കെമിസ്ട്രിയിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്നൊരു ചാപ്റ്ററാണ്. പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് 9ാം ക്ലാസ്സിലെ അല്ലെ 9ാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ ആ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളിന്റെ ചരിത്രം അല്ലെ, എങ്ങനെയാണ് ഇപ്പോഴത്തെ ഹെൻറി മോസ്ലിയുടെ ആധുനിക പീരിയോഡിക് ടേബിൾ വന്നത്, അപ്പൊ അതിന് മുന്നേ ആരൊക്കെ വർഗീകരണം നടത്തി എന്നുള്ളതായിരുന്നു. അപ്പൊ ആദ്യം വർഗീകരണം നടത്തിയത് ആരായിരുന്നു? ലാവോസി ആയിരുന്നു. 30 മൂലകങ്ങളെ അദ്ദേഹം വർഗീകരണം നടത്തിയിട്ടുണ്ട്. ദെൻ അതിനുശേഷം ആര് വന്നു? ത്രികങ്ങളുമായിട്ട് ഡോബ്രൈനർ വന്നു. ദെൻ പിന്നെ അഷ്ടമ നിയമം ആവിഷ്കരിച്ചുകൊണ്ട് ന്യൂലാൻഡ്സ് വന്നു. പിന്നെ പീരിയോഡിക് ടേബിൾ ഒരു ടേബിൾ ആക്കിയിട്ട് മാറ്റിയത് ആരായിരുന്നു? ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേഫ് ആയിരുന്നു. അതിനുശേഷം നമ്മുടെ ഹെൻറി മോസ്ലിയുടെ ആധുനിക പീരിയോഡിക് ടേബിൾ അറ്റോമിക നമ്പറിന്റെ ബേസ് ചെയ്തിട്ട് വന്നു. ഓക്കെ, പിന്നെ മെൻഡലിയേഫിന്റെ പീരിയോഡിക് ടേബിളിന്റെ മേന്മകൾ, അതിന്റെ പരിമിതികളൊക്കെ വന്നു. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ നമ്മൾ അതിനകത്ത് പഠിച്ചത് എങ്ങനെയാണ് ഗ്രൂപ്പും പീരീഡും, അതായത് ഒരു അറ്റോമിക് നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഗ്രൂപ്പും പീരീഡും എഴുതാം എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കിപ്പം സോഡിയം അല്ലെ, സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? നമ്മൾ 11 ആണ് അല്ലെ, 11 സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ. അപ്പൊ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ നമുക്ക് എങ്ങനെയാ വരിക? 2, ആദ്യത്തെ ഷെല്ല് കെ ഷെല്ലിൽ 2, പിന്നെ വരിക എന്താണ്? എൽ ഷെല്ലിൽ 8, പിന്നെ മൂന്നാമത്തെ ഷെൽ എം ആണ്. അപ്പൊ എമ്മിലേക്ക് ബാക്കി ഉണ്ടാവുക 1 ആണ് അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് പറയാം ഏത് ഗ്രൂപ്പിലായിരിക്കും. അവസാനത്തെ ഷെല്ലിൽ 1 ആണ് വരുന്നതെങ്കിൽ അത് ഏതായിരിക്കും? ഗ്രൂപ്പ് നമ്പർ 1 ആയിരിക്കും. ഇനി എത്ര ഷെല്ല് ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ പീരീഡ് കണ്ടുപിടിക്കും. അതായത് ഇത് മൂന്നാമത്തെ പീരീഡിലാണ് വരിക. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നമുക്കൊരു അറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പീരീഡും ഗ്രൂപ്പും കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 2 ആണെങ്കിൽ അത് 2ാം ഗ്രൂപ്പിലായിരിക്കും. ഇനി 3 ആണെങ്കിൽ അത് ഏതാം ഗ്രൂപ്പിലായിരിക്കും. അതിന്റെ കൂടെ എത്ര ആഡ് ചെയ്യേണ്ടി വരും? +10 ആഡ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് ഏത് കിട്ടുക? 13ാമത്തെ ഗ്രൂപ്പിലുള്ളതാണെന്ന് കിട്ടുക. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. പിന്നെ നമ്മൾ ഇവിടെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ നമ്മൾ ഷെല്ലുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എത്ര ഷെല്ലുണ്ട്? അപ്പൊ കെ എന്നുള്ള രീതിയിൽ ഒന്നാമത്തെ ഷെല്ല് പറയുന്നു. പിന്നെ നെക്സ്റ്റ് എൽ ഷെല്ല് പറയുന്നു. അപ്പൊ കെയിലും എല്ലിലും എമ്മും എന്നിലും ഒക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോൺ അല്ലെ, എൻ എക്സെട്ര, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഷെൽ നമ്പർ കൊടുത്തത്. ഇനി ഇതിനകത്ത് പരമാവധി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരുന്നു? അതിനുള്ള ഇക്വേഷൻ ആയിരുന്നു 2n². ഇതൊക്കെ മുന്നുള്ള ചാപ്റ്റർ പഠിച്ചതാണ്, കഴിഞ്ഞ ചാപ്റ്ററിൽ അതിന് മുന്നുള്ള ചാപ്റ്റർ പഠിച്ച. അപ്പൊ 2n² ആണ്. അതായത് എന്ന് പറയുമ്പോൾ നമ്പർ, അതായത് കെ എന്ന് പറയുമ്പോൾ 1 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 1ന്റെ സ്ക്വയർ 2 വരും. കെയിൽ പരമാവധി ഇലക്ട്രോണുകൾ 2 ആയിരിക്കും. എല്ലിൽ പരമാവധി ഇലക്ട്രോൺ 2 എന്ന് പറയുമ്പോൾ 4 × 2 8 വരും. എം ആകുമ്പോൾ 3² 9 × 18 വരും. ഇനി n ആവുന്ന കേസിൽ ഇവിടെ 4² അല്ലെ, 16 × 2 32 വരും. ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോണുകളെ നമ്മൾ ഫില്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ ഈ ഒരു ചാപ്റ്ററിലേക്ക് വരാം. അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. പിന്നെ പ്രാതിനിധ്യ മൂലകങ്ങൾ എന്താണ്, ഉത്കൃഷ്ടവാതകങ്ങൾ എന്താണ്, സംക്രമണ മൂലകങ്ങൾ എന്താണ്, അത് പിന്നെ ആറ്റത്തിന്റെ വലിപ്പം എന്താണ് ചെയ്യുന്നത്, അയോണീകരണ ഊർജ്ജം എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ലോഹ സ്വഭാവം എവിടെയാണ് കൂടുതൽ, ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് ഒന്ന് പോയിട്ട് കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് 10ാം ക്ലാസ്സിൽ ആദ്യത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മൾ വീണ്ടും ഇവർ ആറ്റത്തെ കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഏത് ഷെല്ലുകളിലാണ് നിൽക്കുന്നത്? ഈ KLMNN ഈ ഒരു ഷെല്ലുകളിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ വീണ്ടും ഇങ്ങനെ പഠിച്ചു വന്നപ്പം അവർക്ക് മനസ്സിലായി ഈ K ഷെല്ലുകളുടെ ഉള്ളിൽ തന്നെ എന്തുണ്ട്? സബ് ഷെല്ലുകൾ വരുന്നുണ്ട്. അതിനകത്താണ് ഇലക്ട്രോണുകൾ വരുന്നത് അല്ലെ, സബ് ഷെല്ലുകൾ വരുന്നുണ്ട്, അവിടെയാണ് ഇലക്ട്രോണുകൾ നിൽക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. അങ്ങനെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിലേക്ക് വരികയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഷെല്ലിലുള്ള ഇലക്ട്രോൺ വിന്യാസമാണ്. അവിടെ തന്നെ നമ്മളൊരു ഡൗട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലൊന്നും കഴിഞ്ഞ ക്ലാസ് തന്നെയാണ്. പൊട്ടാസ്യത്തിന്റെ ഒക്കെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് അതിൽ തന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു തന്നത്? പൊട്ടാസ്യം എന്ന് പറയുമ്പോൾ 19 ആണ് വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ സാധാരണ എഴുതുകയാണെങ്കിൽ എന്ത് ചെയ്യണം? 2, 8, 10 പിന്നെ അടുത്തതിൽ എം ഷെല്ലിൽ നമുക്ക് പരമാവധി എത്ര ഇലക്ട്രോണുകൾ വരാം? 18 ഇലക്ട്രോണുകൾ വരാം. പക്ഷെ നമ്മൾ അവിടെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ കണ്ടിട്ടുണ്ട് 2, 8, 8, 1 ഈ ഒരു രീതിയിലാണ് എഴുതിയത്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് എഴുതുന്നത്? അപ്പം ഇവിടെ നമുക്ക് റെഡിക്ക് നമ്മൾ എം ഷെല്ലിൽ 18 ഇലക്ട്രോണുകൾ വരാമെങ്കിൽ ഇവിടെ നേരെ എന്ത് ചെയ്താൽ മതി? 9 എഴുതിയാൽ മതി. പക്ഷെ ആ ഒരു രീതിയിലല്ല ഇലക്ട്രോണുകളെ ക്രമീകരിക്കുന്നത്. ഇവിടെ 8 ആണ്, ദെൻ നെക്സ്റ്റ് ഷെല്ലിലേക്ക് പോകുന്നുണ്ട്, 1 നെക്സ്റ്റ് ഷെല്ലിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് അതിൽ തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? 2, 8 പിന്നെ 8, 1, അതായത് 4 ഷെല്ലുകളിലേക്ക് പോകുന്നുണ്ട്.
അല്ലേ? ഇപ്പൊ നമുക്കറിയാം എമ്മില് പരമാവധി 18 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല നമ്മൾ എഴുതുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? സബ് ഷെല്ലുകളിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യസിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അതിന് ആദ്യം നമ്മൾ എന്ത് പഠിക്കണം? സബ് ഷെല്ലുകൾ എന്താണെന്ന് പഠിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോവാം. ആറ്റം ഘടനയെക്കുറിച്ച് വായിച്ചപ്പോൾ കുട്ടിക്കുണ്ടായ ആകാംക്ഷ നിങ്ങൾക്കും ഉണ്ടാകാം. നിരവധി പരീക്ഷണ പ്രവർത്തനങ്ങളിലൂടെയും അനുമാനങ്ങളിലൂടെയുമാണ് ആറ്റത്തെക്കുറിച്ചുള്ള ധാരണ ശാസ്ത്രലോകം രൂപപ്പെടുത്തിയത്, അല്ലെ? അപ്പൊ ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നതിന് ശേഷമാണ് ആറ്റം എന്താണ്, ആറ്റത്തിന്റെ ഘടന എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചത്. അപ്പൊ ആറ്റം ഘടനയുടെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ സമഗ്രമായി വർഗീകരിച്ചുകൊണ്ടുള്ള ഒരു പീരിയോഡിക് ടേബിൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഒരു പീരിയോഡിക് ടേബിളിന്റെ അടിസ്ഥാനം എന്തായിരുന്നു? അറ്റോമിക നമ്പർ ആയിരുന്നു അല്ലെ? എന്നാൽ അതിന് മുന്നേ ഉള്ള ആൾക്കാരെ ന്യൂലാൻഡ്സ്, അതുപോലെ തന്നെ ഡോബ്രൈനർ, ഇവരൊക്കെ എന്തിന്റെ ബേസിലായിരുന്നു? അറ്റോമിക മാസിന്റെ ബേസിലായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ പറയുന്നു നോക്കാം. ഒരു മൂലകത്തിന്റെ അറ്റോമിക നമ്പർ അറിയാമെങ്കിൽ പീരിയോഡിക് ടേബിളിൽ അതിന്റെ സ്ഥാനവും സ്വഭാവവും നിർണ്ണയിക്കാൻ പറ്റുമല്ലോ. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സോഡിയത്തിന്റെ അറ്റോമിക നമ്പർ 11 ആണ് നമുക്കറിയാം. അപ്പൊ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ്? 2, 8, 1 എന്നുള്ള രീതിയിലാണ്. ഗ്രൂപ്പ് നമ്പർ എന്താണ് വരിക? അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺ, അപ്പൊ അത് 1 ആണ്. അപ്പൊ ഗ്രൂപ്പ് നമ്പർ 1 ആണ്. ഇനി പീരീഡ് നമ്പർ എന്ന് പറയുമ്പോൾ എത്ര ഷെല്ലുകൾ ഉണ്ടെന്ന് നോക്കുന്നു. അപ്പൊ ഇവിടെ പീരീഡ് നമ്പർ 3 ആണ് വരിക. ഇനി ഇതിന്റെ സ്വഭാവം എങ്ങനെ പറയാം? അതായത് ഒരു ലാസ്റ്റത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ അത് പൊതുവെ എന്താ ചെയ്യുക? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനാണ് നോക്കുക, അല്ലെ? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനാണ് നോക്കുക. അപ്പൊ ഇത് ഏതിലെ വരിക? ലോഹത്തിലാണ് വരിക, അല്ലെ? ലോഹ സ്വഭാവമാണ് കാണിക്കുന്നത്. അപ്പൊ ഒന്നാം ഗ്രൂപ്പിൽ വരുന്ന ഈ ഒരു മൂലകം ലോഹമാകാനാണോ അലോഹമാകാനാണോ സാധ്യത? അത് ലോഹമാകാനാണ് സാധ്യത. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരു ഒരു മൂലകത്തിന്റെ ഗുണം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കൃത്യമായിട്ട് വിശകലനം ചെയ്യാനും പ്രവചിക്കാനും നമുക്ക് കഴിയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് പീരിയോഡിക് ടേബിളില് മൂലക സ്വഭാവങ്ങളുടെ ക്രമാവർത്തനത്തിന്റെ അടിസ്ഥാനം അവയുടെ ആറ്റം ഘടനയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പഠിച്ചു വെക്കണേ. പീരിയോഡിക് ടേബിളില് മൂലക സ്വഭാവങ്ങളുടെ ക്രമാവർത്തനത്തിന്റെ അടിസ്ഥാനം എന്താണ്? അവയുടെ ആറ്റം ഘടനയാണ്. അവയുടെ ആറ്റത്തിന്റെ ആ ഒരു ഘടനയാണ്. അവയുടെ ആറ്റം ഘടനയാണ്. So പീരിയോഡിക് ടേബിളിൽ മൂലക സ്വഭാവങ്ങളുടെ ക്രമാവർത്തനത്തിന്റെ അടിസ്ഥാനം എന്താണ്? അവയുടെ ആറ്റം ഘടനയാണ്. ഓക്കെ, ആറ്റത്തിനുള്ളിൽ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള വിവിധ ഷെല്ലുകളിലായിട്ടാണ് ഇലക്ട്രോണുകൾ ക്രമീകരിച്ചിരിക്കുന്നതെന്നും ഊർജ്ജനില കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകൾ ഇലക്ട്രോൺ നിറയുന്നതെന്നും നമുക്കറിയാം. അപ്പൊ നമുക്കറിയാവുന്ന കാര്യമാണ് ഇലക്ട്രോണുകൾ എവിടെയാണുള്ളത്? ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അതിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ടാണ് ഷെല്ലുകൾ ഉണ്ട്. ആ ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ വരുന്നത്. ഇനി ഇലക്ട്രോണുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഊർജ്ജനില കൂടി വരുന്ന ക്രമത്തിലാണ്. ഈ ഒരു ബോക്സ് ഇമ്പോർട്ടന്റ് ആണ്. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജ്ജം കൂടി വരുന്നുണ്ട്. അപ്പൊ ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജ്ജം കൂടി വരികയും ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയും ചെയ്യും, അല്ലെ? ന്യൂക്ലിയസ് അത് കുറെ അകലെയാകുമ്പോൾ അവർക്ക് അങ്ങനെ ആകർഷിക്കാൻ പറ്റില്ല. അപ്പൊ ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലം കുറയും. എപ്പോഴാ? ഈ ഷെല്ലുകളുടെ എണ്ണം കൂടുക, അല്ലെ? ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച്. അപ്പൊ ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജ്ജം എന്ത് ചെയ്യുന്നുണ്ട്? കൂടി വരുന്നുണ്ട്. അപ്പൊ ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജ്ജം എന്താണ്? കൂടി വരികയാണ് ചെയ്യുന്നത്. എന്നാൽ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ബലം എന്താണ് ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലിഥിയത്തിന്റെ അറ്റോമിക നമ്പർ എത്രയായിരുന്നു? 3 ആണ്. ലിഥിയത്തിന്റെ അറ്റോമിക നമ്പർ 3 ആണ്. അപ്പൊ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എങ്ങനെ എഴുതുക? 2, 1. ഓക്കെ, 2, 1 എന്നുള്ള രീതിയിലാണ് ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഓക്കെ, അപ്പൊ ഇതുപോലെ സോഡിയം, ആർഗൺ എന്നിവയുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കിയേ. അതിനൊരു പട്ടികയോട് തന്നിട്ടുണ്ട്. അപ്പൊ സോഡിയത്തിന് നമ്മൾ ഓൾറെഡി എഴുതിയ കാര്യം തന്നെയാണ്, അല്ലെ? അപ്പൊ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണ് വരിക? 2 ആണ് വരിക. എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വരും? 8 ഇലക്ട്രോൺ വരും. എം ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉണ്ടാവും. ഇനി ആർഗണിന്റെ എഴുതി കഴിഞ്ഞാൽ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ വരും. എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരും. 10 ആയി. ഇനി ബാക്കി എത്ര ഉണ്ട്? എം ഷെല്ലിൽ 8. അപ്പൊ ഇതാണ് ആർഗണിന്റെ ഇലക്ട്രോൺ വിന്യാസം. ഓക്കെ, അപ്പൊ ആർഗണിന്റെ ബാഹ്യതമ ഷെല്ലായ എമ്മിൽ എത്ര ഇലക്ട്രോണുകളാണുള്ളത്? 8 ഇലക്ട്രോണുകളാണുള്ളത്. എം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എത്രയാണ്? നമുക്കറിയാം. എത്ര ഇലക്ട്രോണുകൾ വരെ വരാം? 18 ഇലക്ട്രോണുകൾ വരെ എം ഷെല്ലിൽ ഉൾക്കൊള്ളാം. ഓക്കെ, ഇനി ആർഗണിന്റെ അടുത്ത മൂലകമായ പൊട്ടാസ്യം, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. പൊട്ടാസ്യത്തിൽ, അതായത് അറ്റോമിക നമ്പർ എത്രയാണ്? പൊട്ടാസ്യത്തിന്റെ അറ്റോമിക നമ്പർ 19 ആണ്. പൊട്ടാസ്യത്തിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 19 ആണ്. ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ മൈൻഡിൽ കയറിക്കൊള്ളൂ കേട്ടോ.
അപ്പൊ ഇത് അങ്ങനെ പെട്ടെന്ന് ഈ ഒരു ചാപ്റ്റർ ഒന്നും മനസ്സിലാകാത്ത ആൾക്കാർ ഒരു പ്രാവശ്യം കൂടെ കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ അതങ്ങ് ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പൊ ആർഗണിനേക്കാൾ ഒരു ഇലക്ട്രോൺ ആണ് കൂടുതലുള്ളത് അല്ലെ. ഒരു ഇലക്ട്രോൺ ആർഗണിനേക്കാൾ കൂടുതലുണ്ട്. അപ്പൊ പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു 2 8 8 1 2 8 8 1 പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം. അപ്പൊ മൂന്നാമത്തെ ഷെല്ലിന് ഇനിയും 10 ഇലക്ട്രോൺ കൂടി ഉൾക്കൊള്ളാനുള്ള ശേഷി ഉണ്ടെന്നിരിക്കും. അപ്പൊ മൂന്നാമത്തെ ഷെല്ലിന് ഇനി എന്ത് ചെയ്യാം? 10 ഇലക്ട്രോൺ കൂടി ഉൾക്കൊള്ളാം എമ്മിന് അല്ലെ. എമ്മിൽ 18 ഇലക്ട്രോണുകളെ വരാം. അപ്പൊ ആർഗൺ എഴുതുമ്പോൾ തന്നെ 8 ഇലക്ട്രോണേ ആയിട്ടുള്ളൂ. എന്തുകൊണ്ടായിരിക്കാം പൊട്ടാസ്യത്തിലെ അവസാനത്തെ ഇലക്ട്രോൺ മൂന്നാമത്തെ ഷെല്ലിൽ നിറയാതെ നാലാമത്തെ ഷെല്ലിലേക്ക് പോയത്? അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? മൂന്നാമത്തെ ഷെല്ലിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യാതെ എങ്ങോട്ടേക്ക് പോയി? നാലാമത്തെ ഷെല്ലിലേക്ക് പോയി. അപ്പൊ അത് എന്തുകൊണ്ടാണെന്നാണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്ഷെൽ അവിടെ അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ ആറ്റം ഘടനയെ കുറിച്ചുള്ള ലളിതമായ വിശദീകരണമാണ് ബോർ മാതൃക. ബോർ മാതൃക എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റം ഘടനയെ കുറിച്ചുള്ള ഒരു ലളിതമായ വിശദീകരണമാണ്. ആറ്റത്തിൽ ഇലക്ട്രോണുകളുടെ സ്ഥാനവും സ്വഭാവവുമായി ബന്ധപ്പെട്ട് തുടർന്ന് നടത്തിയ പഠനങ്ങളിൽ ബോർ മാതൃകയുടെ പരിമിതി ബോധ്യപ്പെടുകയും പുതിയ പരികൽപ്പനകൾ രൂപീകരിക്കുകയും ചെയ്തു. അപ്പൊ ബോർ മാതൃകയ്ക്കും എന്തുണ്ട്? പരിമിതികളൊക്കെ ഉണ്ട്. അതിനെ കൊണ്ട് വീണ്ടും ഇങ്ങനെ പഠനം നടത്തി ഇത് പ്രകാരം ഓരോ ഊർജ്ജ നിലകളിലുള്ള ഇലക്ട്രോണുകൾ അതിലെ ഉപ ഊർജ്ജ നിലകളിലാണ് വിന്യസിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് സബ് എനർജി ലെവൽ ഉണ്ട്. അപ്പൊ ഓരോ ഊർജ്ജ നിലകൾ നമ്മൾ പറഞ്ഞു, ഷെല്ലുകൾ പറഞ്ഞു, അതിനകത്ത് ഉപ ഊർജ്ജ നിലകൾ അതായത് സബ് എനർജി ലെവൽ ഉണ്ട്, അതിലാണ് ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നത്. അപ്പൊ ഓരോ ഷെല്ലിലുമുള്ള ഉപ ഊർജ്ജ നിലകളെ സബ് ഷെൽ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഷെല്ലുകൾക്കുള്ളിൽ വരുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സബ് ഷെൽ എന്ന് വിളിക്കുന്നു. അപ്പൊ അതിൽ സബ് ഷെല്ലുകളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? എസ്, പി, ഡി ആൻഡ് എഫ്. ഓക്കെ, അപ്പൊ എസ്, പി, ഡി, എഫ് എന്നിങ്ങനെ ക്രമത്തിൽ നാമകരണം ചെയ്യപ്പെട്ടിരുന്നു. അപ്പൊ നമ്മൾ ഷെല്ലുകൾ പറഞ്ഞത് കെ, എൽ, എം, എൻ ആ ഒരു രീതിയിലാണ്. എന്നാൽ സബ് ഷെല്ലുകളിലേക്ക് വരുമ്പോൾ എന്താണ്? എസ്, പി, ഡി, എഫ് അതാണ് സബ് ഷെല്ലുകൾ. അപ്പൊ എസ്, പി, ഡി, എഫ് എന്നാണ് സബ് ഷെല്ലുകൾ. ഓക്കെ, ഇനി കെ ഒഴികെയുള്ള എല്ലാ മുഖ്യ ഊർജ്ജ നിലകളിലും ഒന്നിലധികം സബ് ഷെല്ലുകൾ ഉണ്ട്. അതായത് കെ എന്ന് പറയുന്ന ഷെല്ല് ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ ഷെല്ലുകൾക്കും എന്തുണ്ടാവും? ഒന്നിലധികം സബ് ഷെല്ലുകൾ ഉണ്ടാവും. അതെന്തുകൊണ്ടാണ് കെക്ക് ഒന്നിലധികം സബ് ഷെല്ലുകൾ ഇല്ലാത്തത്? കെയിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകൾ എത്രയാണ്? 2 എണ്ണമാണ്. ഇനി അപ്പൊ ഇതിനൊരു സബ് ഷെൽ ഉണ്ട്, എസ് എന്ന് പറയുന്ന ഒരു സബ് ഷെൽ ഉണ്ടെങ്കിൽ എസിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകൾ എത്ര തന്നെയാണ്? 2 തന്നെയാണ്. അപ്പൊ കെക്ക് ആകെ എന്തിന്റെ ആവശ്യമുള്ളൂ? ഒരു സബ് ഷെല്ലിന്റെ ആവശ്യമേ ഉള്ളൂ. ആ ഒരു സബ് ഷെല്ലിൽ ആ 2 ഇലക്ട്രോൺ ഉൾക്കൊള്ളും. അപ്പൊ കെക്ക് ആകെ എന്തുള്ളൂ? കെക്ക് ആകെ ഇത്തരത്തിൽ ഒരു ഊർജ്ജ നില മാത്രമേ ഉള്ളൂ. അപ്പൊ കെക്ക് ആകെ എന്ത്? ഒരു സബ് ഷെല്ലുകൾ മാത്രമേ ഉള്ളൂ, എസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓരോ ഊർജ്ജ നിലയിലും അതിന്റെ ഷെല്ലിന്റെ ക്രമ നമ്പറിന് തുല്യമായ എണ്ണം സബ് ഷെല്ലുകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഓർത്തു വെക്കുക, ഓരോ ഊർജ്ജ നിലയിലും അതിന്റെ ഷെല്ലിന്റെ ക്രമ നമ്പറിന് തുല്യമായ സബ് ഷെല്ലുകളാണ് ഉണ്ടാവുക. അപ്പൊ എത്ര സബ് ഷെല്ലുകൾ ഉണ്ട് നോക്കി കഴിഞ്ഞാൽ എത്രാമത്തെ ഷെല്ലാണോ അത്രയും സബ് ഷെല്ലുകൾ അതിനുണ്ടായിരിക്കും. ഓക്കെ, അത് കാര്യം മനസ്സിലായോ? അതായത് അതായത് കെ സബ് ഷെല്ല് ഒന്നാമത്തെ ഷെല്ലാണ്. അപ്പൊ അതിൽ എത്ര സബ് ഷെൽ ഉണ്ടാവും? ഒരു സബ് ഷെൽ ഉണ്ടാവും. അത് ഏതായിരിക്കും സബ് ഷെല്ല്? എസ് ആയിരിക്കും. ഇനി അടുത്ത ഷെൽ എടുക്കുന്നു, എൽ. ഇത് രണ്ടാമത്തെ ഷെല്ലാണ്. അപ്പൊ 2 സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഏതൊക്കെയായിരിക്കും? എസും പിയും ആയിരിക്കും. ഇനി മൂന്നാമത്തത് എം ആണ്. എം എന്ന് പറയുന്നത് മൂന്നാമത്തെ ഷെല്ലാണ്. അപ്പൊ അതിന് എത്ര സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും? 3 ഉണ്ടാവും. അതാണ് എസ്, പി, ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കെ, എൽ, എം, എൻ അല്ലെ. എന്നില് നാലാമത്തെ ഷെല്ലാണ്. അപ്പൊ എത്ര സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും? എസ്, പി, ഡി, എഫ്. ഓക്കെ, അപ്പൊ ഇത്രയും സബ് ഷെല്ലുകൾ അതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഓരോ ഊർജ്ജ നിലകളിലും അതിന്റെ ഷെല്ലിന്റെ ക്രമ നമ്പറിന് തുല്യമായ എണ്ണം സബ് ഷെല്ലുകളാണ് ഉണ്ടായിരിക്കുക. ഒന്നാമത്തെ ഷെല്ലായ കെ ഷെല്ലിൽ ഒരു സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും. എൽ ഷെല്ലിൽ 2 ഉണ്ടായിരിക്കും. എമ്മിൽ എത്ര ഉണ്ടായിരിക്കും? 3 സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും. എന്നില് 4 സബ് ഷെല്ലുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ബാക്കി പറയുന്നതിന് മുൻപേ ഇവിടെ ഒരു ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയ കാര്യം തന്നെയാണ്. അപ്പൊ സബ് ഷെല്ലുകളുടെ പേര് നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഏതൊക്കെയാണ്? എസ്, പി, ഡി, എഫ് എന്നാണ് അല്ലെ. അപ്പൊ സബ് ഷെല്ലുകൾക്ക് എസ്, പി, ഡി, എഫ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ മൂലകങ്ങളുടെ അറ്റോമിക ഘടനയുമായി ബന്ധപ്പെട്ട് ചില സവിശേഷതകൾ സൂചിപ്പിക്കുന്ന വാക്കുകളിൽ നിന്നാണ് അപ്പൊ ഈ ഒരു പേര് കൊടുത്തത്. അപ്പൊ ഈ പേര് എങ്ങനെയാണ് സബ് ഷെല്ലുകൾക്ക് കൊടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലകങ്ങളുടെ അറ്റോമിക ഘടനയെ ബന്ധിപ്പിക്കുന്ന ചില വാക്കുകളിൽ നിന്നാണ്. അതായത് എസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഷാർപ്പ്, എസ് ഷാർപ്പ്.
പി പ്രിൻസിപ്പിൾ, ഡി ഡിഫ്യൂസ്, എഫ് ഫണ്ടമെന്റൽ. ഇത് ഡിഗ്രി ലെവലിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എസ് ഷാർപ്പ്, അപ്പൊ എന്തായാലും നമ്മൾ പഠിച്ചു വെക്കുക, കാരണം ഇത് SCRT കൊടുത്തിരിക്കുന്ന ഫാക്ട് ആണ്, അപ്പൊ നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ എസ് ഷാർപ്പ്, പി പ്രിൻസിപ്പിൾ, ഡി ഡിഫ്യൂസ്, എഫ് ഫണ്ടമെന്റൽ. എസ് എന്താണ്? ഷാർപ്പ് ആണ്. പി പ്രിൻസിപ്പിൾ, ഡി ഡിഫ്യൂസ്, എഫ് ഫണ്ടമെന്റൽ. ഓക്കെ. അപ്പൊ ആറ്റം ഘടനയെ സംബന്ധിച്ച ആധുനിക സിദ്ധാന്ത പ്രകാരം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ത്രിമാന മേഖലയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ ഇലക്ട്രോണുകൾ ത്രിമാന മേഖലയിലാണ് സഞ്ചരിക്കുന്നത്. പ്രധാന ഊർജ്ജ നിലകളിൽ തന്നെ ഉപ ഊർജ്ജ നിലകൾ, അതായത് സബ്ഷെല്ലുകൾ ഉണ്ട്. ഈ ഉപ ഊർജ്ജ നിലകളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുവാൻ സാധ്യത കൂടിയ മേഖലകളുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ഷെല്ലുണ്ട്, ആ ഷെല്ലിനകത്ത് എന്ത് വരുന്നുണ്ട്? സബ്ഷെല്ലുകൾ വരുന്നുണ്ട്. ആ സബ്ഷെല്ലിനകത്ത് ഈ ഇലക്ട്രോണുകൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന മേഖലകൾ വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർബിറ്റലുകൾ എന്ന് പറയുന്നത്. എന്താണ്? ഓർബിറ്റൽസ്. ഓക്കെ. അപ്പൊ ഓർബിറ്റലുകൾ, നമ്മൾ നേരത്തെ ഒരു ഓർബിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണുകൾ കറങ്ങുന്ന ആ ഒരു ഷെല്ലിന്, ആ ഒരു പാതയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇത് ഓർബിറ്റലുകളാണ് അല്ലെ? ഓർബിറ്റലുകളാണ്. അപ്പൊ ഓർബിറ്റൽസ് എന്ന് പറയുന്നത് എന്താണ്? ആ ഇലക്ട്രോണുകൾ കൂടുതൽ കാണപ്പെടാൻ സാധ്യതയുള്ള ആ ഒരു മേഖലകളെയാണ് നമ്മൾ ഓർബിറ്റലുകൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. പഠിച്ചു വെക്കണേ. ഒരു ഓർബിറ്റലുകളിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2. ഓക്കെ. അപ്പൊ എസ് സബ്ഷെല്ലിൽ ഇത്തരത്തിൽ ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. കാരണം എസിൽ എന്താണ്? പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺ 2 ആണ്. അതുകൊണ്ട് തന്നെ എസ് സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റലേ ഉണ്ടാവൂ? 2 ഓർബിറ്റലേ ഉണ്ടാവും. എസ് സബ്ഷെല്ലിൽ 2 ഓർബിറ്റലേ ഉണ്ടാവും. ഇതിന് ഏത് ആകൃതിയാണ്? ഗോളാകൃതിയാണ്. ഇതിന് ഏത് ആകൃതിയാണ്? ഗോളാകൃതിയാണ്. അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എസ് സബ്ഷെല്ലിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എന്താണ്? ഗോളാകൃതിയാണ്. അപ്പൊ ഇതില് എത്ര മാത്രമേ ഉള്ളൂ? ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. കാരണം എസിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകൾ എന്ന് പറഞ്ഞാൽ 2 എണ്ണമാണ്. 2 ഇലക്ട്രോണിനെ എവിടെ ഉൾക്കൊള്ളും? ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളും. ഓക്കെ. ഇനി പി സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റലുകൾ ഉണ്ട്? 3 ഓർബിറ്റലുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ പി സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റലുകൾ ഉണ്ട്? 3 ഓർബിറ്റൽ ഉണ്ടാവും. അതായത് പിയിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ അപ്പൊ എത്രയായിരിക്കും? 3 ഓർബിറ്റൽ ഉണ്ടെങ്കിൽ 3 × 2 6 ആയിരിക്കും. പി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? 6 ആയിരിക്കും. ഇനി ഇതിന് ഡംബലിന്റെ ആകൃതിയാണ്. അപ്പൊ എന്താണ്? ഡംബലിന്റെ ആകൃതി. ഇതാണ് പി സബ്ഷെല്ല്. അപ്പൊ ഇത് ഏത് ആകൃതിയാണ്? ഡംബലിന്റെ ആകൃതിയാണ്. പഠിച്ചു വെക്കണേ. എസ് സബ്ഷെല്ലിന്റെ ആകൃതി ഗോളാകൃതിയാണ്. സബ്ഷെല്ലിന്റെ ആകൃതി ഗോളാകൃതിയാണ്. പിയുടെ ആകൃതി ഏതാണ്? ഡംബലിന്റെ ആകൃതിയാണ്. ഇനി ഡി സബ്ഷെല്ലുകളിൽ എത്ര ഓർബിറ്റലുകൾ ഉണ്ട്? 5 ഓർബിറ്റലുകൾ ഉണ്ട്. ഡിയില് 5 ഓർബിറ്റലുകൾ ഉണ്ട്. 5 × 10 ഇലക്ട്രോണുകൾ, പരമാവധി 10 ഇലക്ട്രോണുകൾ ഉൾപ്പെടും. ഇനി എഫ് സബ്ഷെല്ലിലാണെങ്കിൽ 7 ഓർബിറ്റലുകൾ ഉണ്ട്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക. എസിലുള്ള ഓർബിറ്റലുകൾ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. പിയിൽ എത്ര ഓർബിറ്റലുകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 3 ഓർബിറ്റലുകൾ വരുന്നുണ്ട്. ഇനി ഡിയിൽ എത്ര ഓർബിറ്റലുകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 5 ഓർബിറ്റലുകൾ വരുന്നുണ്ട്. എഫിലാണെങ്കിൽ എത്ര ഓർബിറ്റലുകൾ വരുന്നുണ്ട്? 7 ഓർബിറ്റലുകൾ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അത് പഠിച്ചല്ലോ. ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. അപ്പൊ ഇനി ഓരോ ഷെല്ലിലെയും സബ് ഷെല്ലുകൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ഏതാണോ ഷെല്ല് ആ ക്രമ നമ്പറിനനുസരിച്ച് അത്രയും സബ് ഷെല്ലുകൾ അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ ഒന്നാമത്തെ ഷെൽ എടുത്തു കഴിഞ്ഞാൽ അതിന് ഏത് സബ് ഷെൽ ആയിരിക്കും? എസ് ആയിരിക്കും. ഒന്നാമത്തെ ഷെൽ എന്ന് പറയുമ്പോൾ കെ. ഓക്കെ. ഇനി രണ്ടാമത്തെ ഷെൽ എടുക്കുന്നു എൽ. അപ്പൊ അവിടെ എസും പിയും ഉണ്ടായിരിക്കും സബ് ഷെല്ലുകൾ. മൂന്നാമത്തെ എടുത്തു കഴിഞ്ഞാൽ എസും പിയും ഡി ഉണ്ടാവും. നാലാമത്തെ എടുത്തു കഴിഞ്ഞാൽ എസ് പി ഡി എഫ് എന്നുണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ നോക്കിയേ, എല്ലാ ഷെല്ലുകളിലും ഉള്ള ഒരു പൊതുവായ സബ്ഷെൽ ഏതാ? എല്ലാത്തിലുള്ള ഏതാണ്? എസ് ആണ്. ഏറ്റവും ചെറിയ സബ്ഷെൽ എസ് ആണ് വരുന്നത്. ഓക്കെ. ഇനി ഓരോ സബ്ഷെല്ലും ഏത് ഷെല്ലിലേതാണെന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ സബ്ഷെല്ലുകൾ ഉണ്ട്. എസ് ഉണ്ട്, സബ്ഷെല്ലുണ്ട്. അപ്പൊ 2ലും എസ് വരുന്നുണ്ട്. അപ്പൊ ഇത് ഏത് എസ് ഏതിന്റെ ആണെന്ന് മനസ്സിലാക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെല്ലിന്റെ ക്രമ നമ്പറും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പറയാ, സബ്ഷെല്ലുകൾ പറയാം. അതായത് ഒന്നാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലിനെ നമ്മൾ എന്ത് പറയും? 1s എന്ന് പറയും. ഇനി രണ്ടാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലിനെ നമ്മൾ എങ്ങനെ പറയും? 2s 2p. രണ്ടാമത്തെ സബ്ഷെല്ലാണ് എസും പിയും എന്നുള്ളതിന് 2s 2p എന്ന് പറയും. അപ്പൊ മൂന്നാമത്തെ നമ്മൾ എങ്ങനെ പറയും? 3s പിന്നെ 3p then 3d. ഈ രീതിയിലാ പറയാം. നാലാമത്തതാണെങ്കിൽ 4s 4p 4d 4f. ആ ഒരു രീതിയിൽ പറയും. അതായത് ഷെല്ലിന്റെ ക്രമ നമ്പറും കൂടെ നമ്മൾ ഉൾപ്പെടുത്തും. ഓക്കെ. അപ്പൊ നമ്മൾ നോക്കിയേ 1s, രണ്ടാമത്തെ ഷെല്ലിലെ എസ് സബ്ഷെല്ലിനെ നമ്മൾ 2s എന്നിങ്ങനെ പറയും. ഓക്കെ. അപ്പൊ നോക്കിയേ, ഒന്നാമത്തേല് സബ്ഷെല്ല് എസ് എ വരുന്നുള്ളൂ. അപ്പൊ 1s മതി. രണ്ടാമത്തേലാണെങ്കിൽ എസും പിയും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാ? 2s 2p 2s 2p. ഇനി മൂന്നാമത്തേതാണെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 3s 3p then 3d. ഇവിടെയാണെങ്കിൽ 4s വരും, then 4p വരും, 4d വരും, 4f വരും. ഓക്കെ.
അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇനി ഈ സബ് ഷെല്ലുകളിൽ എത്ര ഇലക്ട്രോണുകൾ വരും എന്നുള്ളതാണ്. അപ്പൊ ഷെല്ലുകളിൽ എത്ര ഇലക്ട്രോണുകൾ വരും എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി സബ് ഷെല്ലുകളിൽ എത്ര ഇലക്ട്രോണുകൾ വരും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഷെൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഒന്നാമത്തെ ഷെല്ല് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ സബ് ഷെൽ എത്രയാണ്? S ആണ്. അപ്പൊ സബ് ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോൺ എന്ത് തന്നെയാണ്? 2 ആണ്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച കാര്യം എന്താണ്? S എന്ന് പറയുന്ന സബ് ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോൺ എത്രയാണ്? 2 ആണ്. അപ്പൊ S ൽ എത്ര ഓർബിറ്റൽ ഉണ്ട്? ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തേലേക്ക് പോകുന്നു. അപ്പൊ രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ഷെൽ ഏതാണ്? L വരും. L ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകൾ 8 ഇലക്ട്രോണുകളാണ്. 8 ഇലക്ട്രോണുകളാണ്. അപ്പൊ അതിന്റെ സബ് ഷെൽ നമുക്കറിയാം S ഉം P യും മാത്രമല്ലേ ഉള്ളൂ. 2S ഉം 2P ഉള്ളൂ. അപ്പൊ S ൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് എത്ര ഇലക്ട്രോണുകളുടെ പരമാവധി ഉൾക്കൊള്ളുക? 2 ഇലക്ട്രോണുകളാണ്. പിന്നെ ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 6 ഇലക്ട്രോൺ ഉണ്ടാവും. ആ 6 ഇലക്ട്രോൺ എവിടെയാ വരിക? P യിലാണ് വരിക. അപ്പൊ P യിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. P യിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോൺ 6 ആണ്. അപ്പൊ 6 ആണെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഓർബിറ്റലുകൾ എങ്ങനെയാണ് കിട്ടുന്നത്? അപ്പൊ 6 എന്ന് പറയുമ്പോൾ 2 എണ്ണം വെച്ചിട്ടാണ് ഓർബിറ്റലുകൾ ഉണ്ടാവുക. അപ്പൊ 3 ഓർബിറ്റലുകളാണ്. അപ്പൊ P ക്ക് എത്ര ഓർബിറ്റലുകളാണ്? 3 ഓർബിറ്റലുകളാണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമുക്ക് D യും F ഉം കണ്ടുപിടിക്കാലോ. അപ്പം ഇനി നമുക്ക് നോക്കാം. M ആണ് മൂന്നാമത്തെ ഷെല്ല് വരിക. അതിൽ നമുക്ക് പരമാവധി ഇലക്ട്രോണുകൾ 18 ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും. അപ്പൊ 3S ൽ 2 ഇലക്ട്രോൺ ഇവിടെ പോയി. P യിൽ 6 ഇലക്ട്രോണും പോയി. 6 2 8. ബാക്കി എത്ര ഉണ്ടാവും? 10 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പൊ D യിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. D യിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോൺ എത്രയാണ്? 10 ആണ്. അപ്പൊ എത്ര ഓർബിറ്റലുകൾ ഉണ്ടാവും? 5 ഓർബിറ്റലുകൾ ഉണ്ടാവും. ഓക്കെ, ഇനി F ന്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ S ൽ 2 ഇലക്ട്രോൺ ആയി, P യിൽ 6 ഇലക്ട്രോൺ ആയി, D യിൽ 10 ഇലക്ട്രോൺ ആയി. ഇപ്പൊ 18 കഴിഞ്ഞു. ബാക്കി എത്ര ഉണ്ടായിരിക്കും? 18 11 14 അല്ലേ? F ൽ 14 ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും. അപ്പൊ F ൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 14 ആണ്. F ൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 14 ആണ്. അപ്പൊ എത്ര ഓർബിറ്റലുകൾ ഉണ്ടാവും? 7 ഓർബിറ്റലുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ S ൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകൾ 2, P ൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകൾ 6, D ൽ 10, F ൽ 14. ഇതാണ് സബ് ഷെല്ലുകളിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകൾ. പഠിച്ചു വെക്കണേ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാം. S സബ് ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. ഇനി രണ്ടാം ഷെല്ലിൽ 8 ഇലക്ട്രോണുകളിൽ 2 എണ്ണം S സബ് ഷെല്ലായിരിക്കുമല്ലോ. എങ്കിൽ P സബ് ഷെല്ലിൽ നിറയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? 6 ആയിരിക്കും അല്ലെ? നമ്മളിപ്പോ ഈ ഒരു പട്ടിക വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പൊ S ലും P ലും പരമാവധി എത്ര ഇലക്ട്രോണുകൾ വീതം ഉൾക്കൊള്ളുന്നു? അപ്പൊ 2 എണ്ണം S ലുണ്ട്, P ൽ 6 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ D സബ് ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോണുകളുടെ എണ്ണം ഉൾക്കൊള്ളാം? 10 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാം. F ൽ എന്തായിരിക്കും? 14 ഇലക്ട്രോണുകൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ബോക്സ് കൊടുത്തിട്ടുണ്ട്. S ലെ 2 ഇലക്ട്രോണുകൾ പരമാവധി, P ലെ 6 ഇലക്ട്രോണുകൾ, D ലെ 10 ഇലക്ട്രോണുകൾ, ഇനി F ലെ 14 ഇലക്ട്രോണുകൾ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? എങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം എന്നുള്ള രീതിയാണ്. അപ്പൊ സബ് ഷെല്ലിലെ ഇലക്ട്രോൺ പൂരണം എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യമാണ്. ഓക്കെ, നമുക്കറിയാം ഊർജം കൂടി വരുന്ന രീതിയിലാണ് ഇലക്ട്രോണുകൾ നിറയുന്നത്. ഓക്കെ, അപ്പൊ ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത്. അതുകൊണ്ട് ഓർത്ത് വെക്കണേ, ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ 2 ഇലക്ട്രോൺ ഊർജം കുറഞ്ഞ K ഷെല്ലിലും, ഇവിടെ കാർബൺ എടുത്തു. ഓക്കെ, അപ്പൊ കാർബൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അറ്റോമിക് നമ്പർ എത്രയാണ് കാർബണിന്റേത്? കാർബൺ അറ്റോമിക് നമ്പർ എത്രയാണ്? 6 ആണ്. നമ്മൾ ഓൾറെഡി ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ടുണ്ട്, 2 4 അല്ലെ? അപ്പൊ ഊർജം കുറഞ്ഞ K ഷെല്ലിൽ ആദ്യം K2 ഫിൽ ചെയ്യും. അതിനുശേഷം അതിനേക്കാൾ ഊർജം കൂടിയ L ഷെല്ലിലേക്ക് ആര് പോവും? 4 ഇലക്ട്രോൺ പോവും. ഓക്കെ, അപ്പൊ ആദ്യം 2 ഇലക്ട്രോൺ ഊർജം കുറഞ്ഞ K ഷെല്ലിലും ബാക്കി 4 ഇലക്ട്രോൺ ഊർജം കൂടിയ L ഷെല്ലിലുമായിരിക്കും നിറയുന്നത്. അപ്പൊ ഇതുപോലെ ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സബ് ഷെല്ലിൽ വിന്യസിക്കുമ്പോൾ ഊർജം കുറഞ്ഞ സബ് ഷെല്ലിലും കൂടിയതിലേക്ക് ക്രമമായി നിറയുന്നു. അപ്പൊ സബ് ഷെല്ലിലാണെങ്കിലും, അപ്പൊ ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സബ് ഷെല്ലിൽ വിന്യസിക്കുമ്പോൾ എന്തുതന്നെയാണ് ചെയ്യുന്നത്? ഊർജം കുറഞ്ഞ സബ് ഷെല്ലിൽ നിന്ന് കൂടിയതിലേക്ക് ആ ഒരു ക്രമത്തിൽ തന്നെയാണ് പോകുന്നത്. അപ്പൊ ഊർജം കുറഞ്ഞ സബ് ഷെല്ലിൽ നിന്ന് കൂടിയതിലേക്ക് എന്നുള്ള ക്രമത്തിൽ തന്നെയാണ് പോകുന്നത്. ഇതിനെയാണ് നമ്മൾ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുമ്പോൾ എന്താണ്? കുറഞ്ഞ സബ് ഷെല്ലുകളിൽ നിന്ന് കൂടിയ സബ് ഷെല്ലിലേക്ക് ഇലക്ട്രോണുകൾ ഇങ്ങനെ നിറഞ്ഞു പോകുന്നു. ഓക്കെ, അപ്പോൾ കാർബണിന്റെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ കാർബണിന്റെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയായിരിക്കും? അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ സബ് ഷെൽ എഴുതണം. അപ്പൊ K ഏത് സബ് ഷെൽ മാത്രമേ ഉള്ളൂ? 1s എന്ന് പറയുന്ന സബ് ഷെല്ലിൽ മാത്രമേ ഉള്ളൂ. അതിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺ എത്രയാണ്? 1s2. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. 1s2, അതായത് 1s ൽ 2 ഇലക്ട്രോൺ. ഓക്കെ, അതിന് L ഷെൽ എടുത്തു. L ഷെല്ലിൽ എന്ത് വരുന്നുണ്ട്? ഏതൊക്കെയാ സബ് ഷെല്ല് വരുന്നത്? S ഉം വരുന്നുണ്ട്, P യും വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ എന്ത് വരും? 2s വരും. 2s ൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺ എത്രയാണ്? 2 ആണ്. 2s ൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോൺ 2 ആണ്. Then
പിന്നെ എന്താ വരിക 2p ആണ് വരിക. അപ്പൊ 2pയിൽ ബാക്കിയുള്ള ഇലക്ട്രോണുകൾ വരും. ബാക്കിയുള്ള ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? 2 4 കഴിഞ്ഞാൽ പിന്നെ ബാക്കി 2 എണ്ണേ ഉണ്ടാവും അല്ലെ. ഓക്കെ 4 2 ഉണ്ടാവും. അപ്പൊ 2 4 6. അപ്പൊ 1s2 2s2 2p2 ഇതായിരിക്കും എന്തിന്റെ? കാർബണിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. കിട്ടിയോ? 1s2 2s2 2p2 1s2 2s2 2p2. ഓക്കെ. അപ്പൊ മൂലകാറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അതിന്റെ അറ്റോമിക് നമ്പറിന്റെ സമമാണെന്ന് അറിയാം. ഇലക്ട്രോണുകളുടെ എണ്ണം അതിന്റെ അറ്റോമിക് നമ്പറിന്റെ സമമാണ്. ഇനി ഇവിടെ അപ്പം കാർബണിന്റെ ഇങ്ങോട്ട് പറയുന്നേ ഉള്ളൂ. നമ്മൾ നോക്കാം. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 1 ആണല്ലോ. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പൊ അതിനകത്ത് ഇലക്ട്രോണുകൾ എത്രയാണ്? 1 ഉള്ളൂ. അപ്പൊ ഏത് ഷെല്ലാണ് ഇലക്ട്രോൺ വന്നു ചേരുന്നത്? ഏത് ഷെല്ലായിരിക്കും? കെ ഷെല്ലായിരിക്കും ഇലക്ട്രോണുകൾ വന്നു ചേരുന്നത്. അപ്പൊ ഏത് സബ് ഷെല്ലായിരിക്കും? എസ് സബ് ഷെല്ലായിരിക്കും അല്ലെ. എസ് സബ് ഷെല്ലായിരിക്കും. 1s ഫസ്റ്റ് എസ് 1 ഷെല്ലാണ് 1s എന്ന് വരും. അപ്പൊ ഹൈഡ്രജന്റെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്തായിരിക്കും? 1s1. അപ്പൊ ഹൈഡ്രജന്റെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്താണ്? ഒന്നാമത്തെ ഷെല്ലില് എസ് എന്ന് പറയുന്ന സബ് ഷെല്ലില് ഒരു ഇലക്ട്രോൺ. അതാണ് ഒന്നാമത്തെ ഷെല്ലില് എസ് എന്ന് പറയുന്ന സബ് ഷെല്ലില് ഒരു ഇലക്ട്രോൺ. അതാണ് 1s1 എന്നാണ് നമ്മൾ വായിക്കുന്നത്. 1s1 എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ അടുത്ത ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്. അതായത് 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും വരിക? ഒന്നാമത്തെ ഷെല്ലില് എസ്സില് 2 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പൊ 1s2 ഇതായിരിക്കും ഹീലിയത്തിന്റെ എന്ത്? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ഹീലിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ഓക്കെ 1s2. ഇനി അടുത്ത മൂലകമായ ലിഥിയം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം. അതായത് ലിഥിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ സാധാരണ എങ്ങനെ എഴുതാ? 2 1 അല്ലെ. ആ ഒരു രീതിയിലാണ് എഴുതുക. അതായത് ഒന്നാമത്തെ ഷെല്ലിൽ 2 രണ്ടാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ. അപ്പൊ നമ്മൾ നോക്കാം 1s2 ഇവിടെ ഓൾറെഡി ഉണ്ടായിരിക്കും. പിന്നെ അടുത്ത ഷെല്ലിലേക്ക് പോകുമ്പോൾ 2s1 അല്ലെ. എസിൽ 1 ഇലക്ട്രോൺ ഉണ്ടാവും. 2s1. അപ്പൊ 1s2 2s1 ഇതായിരിക്കും ലിഥിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം. ഓക്കെ. അപ്പൊ ലിഥിയത്തിന്റെ 1s2 അല്ലെ. 1s2 and 2s1 1s2 and 2s1 ഈ ഒരു രീതിയിലാണ്. ഇനി ബെർലിയം നോക്കിയേ. ബെർലിയം 4 എണ്ണമാണ് വരുന്നത്. 4 എണ്ണം വരുമ്പോൾ എങ്ങനെ വരും? 1s2 then 2s2. എസിൽ 2 എണ്ണം വരുമല്ലോ. അപ്പൊ 1s2 2s2. അപ്പൊ ഇതായിരിക്കും എന്തിൻ്റെത്? ബെർലിയത്തിന്റെ ഇലക്ട്രോൺ. ബെർലിയത്തിന്റെ. ഇനി ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ബോറോൺ 5 ആണ്. അപ്പൊ എന്ത്? ഓൾറെഡി 1s2 നമുക്കറിയാം. then 2s2 രണ്ടാമത്തെ ഷെല്ലില് 2s2 പിന്നെ 4 ഒന്നുകൂടെ വേണമല്ലോ. അപ്പൊ എന്ത് വരും? 2p അല്ലെ. അടുത്തത് 2p ആണ് അതിന്റെ സബ് ഷെല്ല്. 2p 1s2 2s2 2p1 ആ ഒരു രീതിയിലാണ് വരിക. ഇനി കാർബൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു. 1s2 ആദ്യത്തേത് 1s2 then രണ്ടാമത്തെ ഷെല്ലിലേക്ക് പോകുന്നു 2s2 2p എത്ര വേണം? 6 എണ്ണം അല്ലേ. അപ്പൊ 2p2. അപ്പൊ ഇതാണ് കാർബണിന്റെ ഇലക്ട്രോൺ വിന്യാസം. ഓക്കെ. അപ്പൊ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ ഷെൽ നമ്പർ. അതായത് ഇടതുവശത്തുള്ള ഈ ഒരു സംഖ്യ എന്താണ്? ഷെൽ നമ്പർ. ഒന്നാമത്തെ ഷെല്ലാണ്. രണ്ടാമത്തെ ഷെല്ലാണ്. വലതുവശത്ത് മുകളിലുള്ള സംഖ്യ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണുകളുടെ എണ്ണം. ഇത് ഇലക്ട്രോണുകളുടെ എണ്ണത്തെയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇവിടെ കുറെ മൂലകങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇലക്ട്രോണുകളുടെ എണ്ണം തന്നിട്ടുണ്ട്. നമ്മളോട് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനും പറഞ്ഞിട്ടുണ്ട്. എഴുതിക്കൂടെ? അപ്പൊ നൈട്രജൻ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 7 ആണ്. ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് 1s2 2s2 2p3 അല്ലെ. 3 4 5 6 7 ആയി. ഓക്കെ. അടുത്തത് ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിൻ 9 ആണ്. അപ്പൊ എങ്ങനെയാ വരിക? 9 ആകുമ്പോൾ 1s2 അല്ലെ. 1s2 പിന്നെ 2s2 പിന്നെ വരിക 2p അല്ലെ. 2p എത്ര വരും? 9 ആകുമ്പോൾ 5 എണ്ണം വരും. 2p 5 2p5 വരും. 2p5 വരും. p എത്ര ഇലക്ട്രോണുകൾ വരെ വരാം? 6 ഇലക്ട്രോണുകൾ വരെ വരാം. അടുത്തത് സോഡിയം എഴുതുമ്പോൾ 11 ആണ്. സോഡിയം എഴുതുമ്പോൾ 11 ആണ്. അപ്പൊ വരിക 1s2 then 2s2 2p എത്ര വരും? 2p 4 കഴിഞ്ഞു. 6 എണ്ണം ആണെങ്കിൽ 2p അല്ലെ. 2p 6 എണ്ണം വന്നു. അപ്പൊ 8 10 ആയി. 10 ആയിട്ടല്ലേ ഉള്ളൂ. പിന്നെ ഒരു ഇലക്ട്രോൺ ഉണ്ടാവില്ലേ. അപ്പൊ അത് അങ്ങോട്ടേക്കാ പോവാ? 3s പോകും. അപ്പൊ 3s എത്ര ഉണ്ടാവും? 1 ഉണ്ടാവും. ഓക്കെ. അപ്പൊ സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ കിട്ടാ? 1s2 2s2 2p6 3s1 1s2 2s2 2p6 3s1. ഓക്കെ. സോഡിയം കഴിഞ്ഞു. ഫ്ലൂറിൻ കഴിഞ്ഞു. ഇനി അലൂമിനിയം 13 ആണ്. അപ്പൊ ആദ്യം 1s2 ഫസ്റ്റ് 1s2 പിന്നെ 2s2 2p6 അപ്പൊ 10 ആയി. ഇനി 3s എത്ര ഉണ്ടാവും? 2 എണ്ണം ഉണ്ടാവും. 3s ആവും 12 3s2 12 then പിന്നെ 3p എത്ര ഉണ്ടാവും? 1 ഉണ്ടാവും. ഓക്കെ. അപ്പൊ s ഉൾക്കൊള്ളുന്ന പരമാവധി 2 ആണ്. p 6 എണ്ണമാണ്. അപ്പൊ അലൂമിനിയത്തിന് എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p1. ഇനി ക്ലോറിൻ എഴുതുമ്പോൾ എങ്ങനെ വരും? ക്ലോറിന്റെ ഏതാണ്? 17 ആണ് അല്ലെ. 17 ഇലക്ട്രോണുകളാണ് ക്ലോറിന് വരുന്നത്. അപ്പൊ എങ്ങനെ എഴുതുക നമ്മള്? 1s2 2s2 then 2p6 പിന്നെ 3s2 അല്ലെ. 3s2 പിന്നെ
3p യിൽ എത്ര വരും? 2 4 10 12 12ഉം കഴിച്ചാൽ പിന്നെ ബാക്കി 5 വരും. അപ്പൊ 3p5 വരും അല്ലെ? 3p5 വരെ വരും. 3p5 വരെ വരും. ഇനി ആർഗണിന്റെ ആണെങ്കിൽ എങ്ങനെ വരും? ആർഗണിന്റെ ആണെങ്കിൽ 1s2 2s2 2p6 3s2 3p യിൽ എന്ത് വരും? 3p യിൽ എത്ര ഇലക്ട്രോണുകൾ വരും? 3p6 വരും. ഓക്കെ, 3p6 വരെ 3p6 വരും. 3p6 വരും. ഇതാണ് ആർഗണിന്റെ വരിക. ആർഗണിന്റേത് 1s2 2s2 2p6 3s2 3p6 3p6. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആർഗണ്ട് വരെ എഴുതുമ്പോൾ കുഴപ്പമൊന്നുമില്ല. 1s2 2s2 2p6 3s2 3p6 ആ ഒരു രീതിയിലാണ് ഇലക്ട്രോൺ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം വരിക. ഓക്കെ, ഇനി ആർഗണിന് ശേഷം വരുന്നത് നമ്മൾ എഴുതുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് എന്താണ്? നമ്മൾ ഊർജ്ജം കൂടി വരുന്ന രീതിയിലാണ് ഇലക്ട്രോണുകൾ വിന്യസിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1s ഊർജ്ജം കൂടുതൽ 2s ആണ്. 2s ഊർജ്ജം കൂടുതൽ 2p ആണ്. 2p 3s വന്നു, 3p വന്നു. അപ്പൊ 3pക്ക് ശേഷം പിന്നെ വരുന്ന ഷെൽ ഏതാണ്? പിന്നെ വരുന്ന സബ് ഷെൽ ഏതാണ്? 4s ആണ്. അപ്പൊ 3p അതായത് 3d ഊർജ്ജം കുറവ് ആർക്കാണ്? 4s വരുന്നത്. അപ്പൊ നമ്മൾ 3p യിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആർക്കാണ്? 4s നാണ്. ഓക്കെ, ക്ലിയർ ആയോ? അതായത് 1s 2s 2p 3s 3p. 3pക്ക് ശേഷം നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്യുക 3d ആണ്. പക്ഷെ 3d അല്ല നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഏതാണ്? 4s ആണ് 3p ഊർജ്ജം കൂടിയത്, 3d ഊർജ്ജം കുറവുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം 4s ഫില്ല് ചെയ്തതിനു ശേഷം മാത്രമേ ഏത് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ? 3d ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ഇതെങ്ങനെ പെട്ടെന്ന് നമുക്ക് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എന്താണ്? നമ്മൾ ഈ ഒരു സബ് ഷെല്ലുകൾ എഴുതി വെക്കാം. അതായത് ഒന്നാമത്തെ ഷെല്ല് ഏതാണ്? 1s അല്ലെ? ഇനി രണ്ടാമത്തെ അതിന് താഴെ നമ്മൾ എഴുതുക 2s ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്തും വരും? 2p വരും. ഇനി മൂന്നാമത്തെ നമ്മൾ എഴുതുന്നു 3s 3p then ഇവിടെ എഴുതാം. അതായത് നമ്മൾ ആദ്യം 1s എഴുതും. നെക്സ്റ്റ് 2s 2p എന്ന് എഴുതും. നെക്സ്റ്റ് നമ്മൾ 3s 3p 3d എന്ന് എഴുതും. പിന്നെ 4s 4p 4d 4f എന്ന് എഴുതും. പിന്നെ 5s 5p 5d 5p ഒരു രീതിയിൽ എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? 1s ഫില്ല് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഒരു എറോ ഇങ്ങനെ എടുക്കാം. അതായത് 2s ഫില്ല് ചെയ്യും. അതിനുശേഷം പിന്നെ വരിക 2p 3s ആണ്. 2p അതിനുശേഷം 3s. then വീണ്ടും ഇവിടുന്ന് വരിക. ഇവിടെ വരും 3p 4s. 3pക്ക് ശേഷം പിന്നെ 4s ആണ് വരിക. അതിനുശേഷം പിന്നെ 3d 4p. 3dക്ക് ശേഷം 4p 5s. ഇത്രയും കിട്ടിയാൽ മതി. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ 1s 2s 2p ആ ഒരു രീതിയിൽ വരഞ്ഞാൽ മതി. നേരെ എറോ മാർക്ക് വരിക. അപ്പൊ നമുക്ക് കിട്ടിക്കോളും. അതായത് ഇങ്ങനെ 1s വരിക, then എറോ മാർക്ക് 2s വരിക, പിന്നെ 2p 3s വരിക. ഇങ്ങനെ എറോ മാർക്ക് വരയുമ്പോൾ നമുക്ക് ആ ഒരു ഓർഡറിൽ കിട്ടിക്കോളും. അതാണ് ഈ എറോ മാർക്ക് വരഞ്ഞിരിക്കുന്നത്. അപ്പൊ 1s then 2s 2p 3s 3p. 3pക്ക് ശേഷം നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് 4s ആണ്. അതിനുശേഷമാണ് 3d വരിക. 3d വന്നതിന് ശേഷം 4p. അപ്പൊ 4pക്ക് ശേഷം പിന്നെ ഏതാ ഫില്ല് ചെയ്യേണ്ടത്? 5s ആണ്. 5s ആണ്. പിന്നെ 4d പിന്നെ 5p 6x. ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇലക്ട്രോണുകൾ ഊർജ്ജം കൂടി വരുന്ന രീതിയിൽ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ 1s 2s 2p 3s. പിന്നെ ഇവിടെ എന്ത് വരും? 3p വരും. 3p വരും. പിന്നെ ഇവിടെ എന്ത് വരും? 4s. 3pക്ക് ശേഷം നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് എന്താണ്? 4s ആണ്. 4s ആണ്. പിന്നെ ഏത് വരും? 3d. പിന്നെ ഏത് വരും? 4p. പിന്നെ ഏത് വരും? 5s വരും. ആ ഒരു രീതിയിലാണ് നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അറ്റോമിക് നമ്പർ 19 പൊട്ടാസ്യത്തിന്റെ കാര്യം എടുക്കുകയാണ്. പൊട്ടാസ്യത്തിന്റെ കാര്യം എടുക്കുമ്പോൾ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 1s2 പിന്നെ 2s2 പിന്നെ 2p6 പിന്നെ 3s2 പിന്നെ 3p6. ഇതുവരെ ആകുമ്പോൾ എത്ര ഇലക്ട്രോൺ ആയി? 18 ഇലക്ട്രോൺ ആയി അല്ലെ? 6 2 8 10 16 18 ഇലക്ട്രോൺ ആയി. ഇനി ഒരു ഇലക്ട്രോണും കൂടെ വേണം. ഒരു ഇലക്ട്രോൺ എങ്ങോട്ട് പോവരുത്? 3d പോവുക. എങ്ങോട്ടാണ് പോവുക? 4s പോവുക. അതായത് 4s1. ഇതായിരിക്കും പൊട്ടാസ്യത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ക്ലിയർ ആണോ? 1s2 2s2 2p6 3s2 3p6 4s1. ഈ ഒരു രീതിയിലായിരിക്കും പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം നടക്കുന്നത്. അപ്പൊ പൊട്ടാസ്യത്തിന്റെ ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എങ്ങനെയാണ്? നമ്മൾ നേരത്തെ കണ്ടതാണ്. എങ്ങനെയാണ് രേഖപ്പെടുത്തിയത്? 2 8
8 1 ഈ ഒരു രീതിയിലാണ് നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലെ. അപ്പൊ സബ്ഷെല്ലുകളും അവയുടെ ഊർജ്ജവും തമ്മിൽ ബന്ധപ്പെടുത്തി ചിത്രീകരണം നോക്കിയേ 1s 2s എന്നീ സബ്ഷെല്ലിൽ ഊർജ്ജം താരതമ്യം ചെയ്യൂ. ഏതിനാണ് ഊർജ്ജം കുറവ്? ഇവിടെ 1s-നാണ് ഊർജ്ജം കുറവ് വരുന്നത്. 3s 3p എന്നീ സബ്ഷെല്ലിൽ ഊർജ്ജം കൂടുതൽ ഏതിനാണ്? ഊർജ്ജം കൂടുതൽ 3pക്കാണ്. ഇനി 3d 4s 3dയും 4s എടുക്കുകയാണെങ്കിൽ അതിന് ഊർജ്ജം കൂടുതൽ ഏതിനാണ്? 3dക്കാണ്. 3dക്കാണ് ഊർജ്ജം കൂടുതൽ. ഓക്കെ, അപ്പൊ 3dയേക്കാൾ ഊർജ്ജം കുറവ് 4s-നാണ്. 3dയേക്കാൾ ഊർജ്ജം കുറവ് 4s-നാണ്. അതുകൊണ്ട് 4s ഫിൽ ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റൂ? 3dയിലേക്ക് പോകാൻ പറ്റൂ. 3dയിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ഈ ഒരു ഇലക്ട്രോൺ വിന്യാസം എന്തുകൊണ്ടാണ് 2881 എന്ന് വന്നത് മനസ്സിലായോ? അതായത് നമ്മൾ നോക്കിയേ, ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണ് വരുന്നത്? 1s2 2 ഇലക്ട്രോണുകളാണ് വരുന്നത്. ഇനി രണ്ടാമത്തെ ഷെല്ലാവുമ്പോൾ 2s-ഉം 2p-യിലും മൊത്തം എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 8 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. ഇനി മൂന്നാമത്തെ ഷെല്ല് എന്ന് പറയുമ്പോൾ 3s-ഉം 3p-യും വരും. അവിടെ എത്രയേ വരുന്നുള്ളൂ? 8 മാത്രമേ വരുന്നുള്ളൂ. കാരണം 3dയിൽ നിറയുന്നില്ല. 3dയിൽ നിറയുന്നില്ല. ക്ലിയർ ആണോ? 3dയിൽ ഇലക്ട്രോൺ വരുന്നില്ല. പിന്നെ എങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത്? 4s-ൽ, അതായത് ഫോർത്ത് സബ്ഷെല്ലിലേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോൺ വിന്യാസം 2 8 8 1 എന്ന് എഴുതുന്നത്. ക്ലിയർ ആയോ? അതായത് 3dയിൽ നിറയാതെ എങ്ങോട്ട് പോയി? 4s-ലേക്ക് പോയി. അതായത് നാലാമത്തെ സബ്ഷെല്ലിലേക്ക് പോയി. കാരണം ഊർജ്ജം കൂടി വരുന്ന രീതിയിലാണ് നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്. അതുകൊണ്ടാണ് നമ്മളെ പൊട്ടാസ്യത്തിലെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ കിട്ടുന്നത്? 2 8 8 1 എന്നുള്ള കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അഥവാ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ എടുത്ത് കണ്ടോക്കണേ. ഓക്കെ, അപ്പം ഇനി നമുക്ക് സ്കാൻ ചെയ്യാം. അപ്പൊ ആ ഒരു രീതിയിലാണ് അപ്പൊ ഇവിടെ പറയുന്നുള്ളത്. അപ്പം ഇനി പൊട്ടാസ്യത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കൂ. നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഇവിടെ എങ്ങനെ എഴുതിയേ? അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, സബ്ഷെല്ലുകളുടെ ഊർജ്ജത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ പൊട്ടാസ്യത്തിന്റെ m ഷെല്ലിൽ 8 ഇലക്ട്രോൺ നിറഞ്ഞതിന് ശേഷം എങ്ങോട്ട് പോയി? ഒരു ഇലക്ട്രോൺ എങ്ങോട്ട് പോയി? n ഷെല്ലിലേക്ക് പോയി. അപ്പൊ 3dയേക്കാൾ ഊർജ്ജം കുറവ് 4s-ൽ ആയതുകൊണ്ടാണ്. ഓക്കെ, ഇനി സ്കാൻഡിയം എടുക്കുകയാണ്. സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2 8 9 2 എന്നാണ്. അപ്പൊ സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എന്താണ്? 2. രണ്ടാമത്തെ ഷെല്ലിൽ 8, മൂന്നാമത്തെ ഷെല്ലിൽ 9 ഇലക്ട്രോണേ ഉള്ളൂ, നാലാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാ എഴുതുന്നത്? നമ്മൾ നോക്കിയേ, അതായത് 1s2 ഫസ്റ്റത്തേല് 1s2, then രണ്ടാമത്തെ ഷെല്ലിൽ വരുന്ന രണ്ട് സബ്ഷെല്ലുകൾ s-ഉം p-യും ആണ്. അപ്പൊ 2s2 2p6 അല്ലെ, 2p6. then മൂന്നാമത്തെ ഷെല്ല് എന്ന് പറയുമ്പോൾ 3s2, ആദ്യം നമ്മൾ 3s-ൽ 2 നിറയ്ക്കും, then 3p-യിൽ 2 നിറയ്ക്കും. അപ്പൊ തന്നെ 18 ആയി. പിന്നെ എങ്ങോട്ടേക്കാണ് നമ്മൾ പോകേണ്ടത്? s-ലേക്കാണ് പോകേണ്ടത് അല്ലെ, 4s-ലേക്കാണ് പോകേണ്ടത്. അപ്പൊ 4s-ൽ എന്ത് നിറയ്ക്കാനുണ്ടാവും? 2 എണ്ണം നിറയ്ക്കാനുണ്ടാവും. അപ്പൊ 4s-ൽ 2 എണ്ണം നിറച്ചു കഴിഞ്ഞാൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ആയി? 20 ഇലക്ട്രോൺ ആയി. ഇനിയും ആര് ബാക്കിയുണ്ട്? ഒരു ഇലക്ട്രോൺ കൂടെ ബാക്കിയുണ്ട്. അത് എങ്ങോട്ടേക്ക് ഇനി പോവും? 3dയിലേക്ക് പോകും. അപ്പൊ 3dയിൽ എന്തായിരിക്കും? 1 ആയിരിക്കും. 3dയിൽ 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. 1s2 2s2 2p6 3s2 3p6. അതിനുശേഷം 4s-ൽ 2 4s2 then 3d1 3dയിലേക്ക് പോകും. 3dയിൽ ഒരു ഇലക്ട്രോൺ ആണ്. അപ്പൊ ഇത് നോക്കിയേ, ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ് വരുന്നത്? 2 ഇലക്ട്രോൺ ആണ് വരുന്നത്. ഇനി രണ്ടാമത്തെ ഷെൽ എന്ന് പറയുമ്പോൾ 2s-ഉം 2p-യും വരുന്നുണ്ട്. 6 2 8 ഇലക്ട്രോൺ വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ 3s-ഉം 3p-യും ആരും കൂടെ ഉണ്ട്? 3d-യും കൂടെ ഉണ്ട്. അപ്പൊ 6 2 8 1 9, 3dയിൽ 9. ഇനി s-ലേമും നാലാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ. ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് വരുന്നത്? ഇലക്ട്രോൺ വിന്യാസം വരുന്നത്. 2 8 9 2. അതായത് m-ല് 18 ഇലക്ട്രോൺ വരാമെങ്കിൽ പോലും നമ്മളത് നിറയാതെ ഇങ്ങോട്ടേക്ക് പോകുന്ന എന്തുകൊണ്ടാണ്? ഊർജ്ജം കൂടി വരുന്ന രീതിയിൽ എഴുതുമ്പോൾ, നമ്മൾ സബ്ഷെല്ലുകൾ എഴുതുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? നാലാമത്തെ ഷെല്ലിലേക്ക് പോകുന്നുണ്ട് ഇലക്ട്രോണുകൾ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം ഇങ്ങനെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ സ്കാൻഡിയത്തിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു രീതിയിലാണ് അല്ലെ. 1s2 2s2 2p6 3s2 3p6 4s2 3d1 എന്ന ക്രമത്തിലാണ്. അപ്പൊ എന്നാൽ ഇത് സാധാരണയായിട്ട് നമ്മൾ ഇങ്ങനെയല്ല എഴുതുക. എന്ത് ചെയ്യും? 3d-നെ ഇപ്പുറത്തേക്ക് എഴുതും കേട്ടോ. 1s2 2s2 2p6 3s2, കാരണം നമുക്ക് പെട്ടെന്ന് മൂന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു രീതിയിലാണ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ 4s2, അതായത് ഷെൽ ക്രമത്തിലാണ് നമ്മൾ എഴുതുക. അപ്പൊ ഊർജ്ജ ക്രമം അനുസരിച്ച് 4s കഴിഞ്ഞാൽ അടുത്ത ഇലക്ട്രോൺ നിറയുന്നത് എവിടെയാണ്? 3dയിലാണ്. അതുകൊണ്ടാണ് സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എന്തായിട്ട് മാറുന്നത്? 2 8 9 2 ആവുന്നത്. ഓക്കെ, ഇനി തുടർന്ന് വരുന്ന ഈ ഒരു രണ്ട് മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 22 ആണ് വരുന്നത്. അപ്പൊ 22 എന്ന് പറയുമ്പോൾ എങ്ങനെയാ എഴുതാം? എഴുതി നോക്കിയേ. അപ്പൊ സ്കാൻഡിയം എവിടം വരെ വരുന്നുണ്ട്? 21 വരെ വരുന്നുണ്ട്. സ്കാൻഡിയം ആവുമ്പോൾ 21 വരെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇലക്ട്രോൺ വിന്യാസം എന്നീ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കാനാണ്. ഇലക്ട്രോൺ വിന്യാസമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ വേണ്ടി ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് എഴുതി നോക്കാം. അപ്പൊ ഇവിടെ 1s2 2s2 2p6 22 എണ്ണം വരുന്നില്ലേ? 2p6 then 3s2, പിന്നെ വരിക 3p-യിലേക്ക് വരും 3p6,
3p കഴിഞ്ഞാൽ എവിടെ നിറയും? 4s നിറയും അല്ലെ? 4s2. അപ്പൊ ഇവിടെ എത്രയായി? 20 ആയി, 20 എണ്ണമായി. ബാക്കി രണ്ടും കൂടെ വരുന്നുണ്ട്. അപ്പൊ അത് എങ്ങോട്ടാണെന്ന് അറിയാം? 3dയിലാണ്. 3dയിൽ 10 ഇലക്ട്രോൺ വരെ വരാം. അപ്പൊ 3d2 എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം വരിക. ഇനി ഇലക്ട്രോൺ വിന്യാസം ഒക്കെ എഴുതുമ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ് വരിക. രണ്ടാമത്തെ ഷെല്ലാകുമ്പോൾ 6 2 8 ഇലക്ട്രോൺ ആണ് വരിക. മൂന്നാമത്തെ ഷെല്ലാകുമ്പോൾ 6 2 8 1 10 ഇലക്ട്രോൺ വരെ വരും. എസില് നാലാമത്തെ ഷെല്ലിലേക്ക് 2 ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് വരിക? ഇലക്ട്രോൺ വിന്യാസം വരിക. ഓക്കെ, ഇനി 23 അറ്റോമിക് നമ്പർ 23 ആണ് വരുന്നതെങ്കിൽ അതിന് എത്രയാ വരിക? ഇപ്പൊ ഇവിടെ 3d2 പകരം എന്ത് വരും? 3d2 പകരം എന്ത് വരും? 3d2 പകരം എന്ത് വരും? 3d3 വരും അല്ലെ? 23 ആവുമ്പോൾ 3d3 വരും. 3d3 വരും. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ വിന്യാസം ആവുമ്പോൾ 2 8, പിന്നെ ഇവിടെ എത്ര തന്നെ വരുന്നുള്ളൂ? 6 2 8 1 10 11 വരും അല്ലെ? 6 2 8 10 11 വരും. പിന്നെ അടുത്ത നാലാമത്തെ ഷെല്ല് 2 ഇലക്ട്രോൺ കൂടെ വരും. ഇപ്പൊ 2 8 2 8 11 2 ആ ഒരു രീതിയിലായിരിക്കും ഇലക്ട്രോൺ വിന്യാസം വരിക. ഓക്കെ, ഇനി സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം രേഖപ്പെടുന്ന മറ്റൊരു രീതി നമുക്ക് പരിചയപ്പെടാം. അപ്പൊ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന രീതിയാണ് പഠിച്ചത്. അപ്പൊ ഇനി വേറൊരു രീതിയിലും കൂടെ നമുക്ക് എഴുതാം. അതെങ്ങനെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ അറ്റോമിക് നമ്പർ കൂടിയ മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അറ്റോമിക് നമ്പർ കൂടിയ മൂലകങ്ങൾ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ 1s 2s2 അങ്ങനെ എഴുതി പോകുമ്പോൾ കുറേ വരൂലേ? അപ്പൊ അത് നമുക്ക് പോസിബിൾ ആണോ? നമുക്ക് എത്ര വേണ്ടി വരും? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴിയാണ് പറയുന്നത്. ആ മൂലകത്തിന് തൊട്ട് മുമ്പുള്ള പീരീഡിലെ ഉത്കൃഷ്ട മൂലകത്തിന്റെ പ്രതീകം എന്ത് ചെയ്യുക? ബ്രാക്കറ്റിൽ കാണിച്ചിട്ട് തുടർന്ന് സബ്ഷെൽ വിന്യാസം എഴുതുക. അപ്പൊ അതിന്റെ തൊട്ട് പുറകിൽ വരുന്ന ഉത്കൃഷ്ട വാതകം ഏതാണോ അതിനെ നമ്മൾ ഒരു ബ്രാക്കറ്റ് കാണിക്കുക. എന്നിട്ട് ബാക്കി വരുന്ന സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. അതായത് നമ്മൾ പൊട്ടാസ്യത്തിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇലക്ട്രോൺ വിന്യാസം? 1s2 2s2 2p6 3s2 3p6 4s1 വരെയാണ്. അപ്പൊ ഇവിടം വരെയുള്ള ഇലക്ട്രോൺ വിന്യാസം എന്തിന്റെയാണ്? ആർഗണിന്റെ ആണല്ലോ. അതിന് തൊട്ട് മുന്നിലുള്ള ഒരു ഉത്കൃഷ്ട വാതകമാണ് ആർഗൺ. അപ്പൊ ആർഗണിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് ഈ ഒരു രീതി. പിന്നെ എക്സ്ട്രാ വരുന്ന എന്ത് മാത്രമേ വരുന്നുള്ളൂ? 4s1 വരുന്ന മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആർഗണിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബ്രാക്കറ്റിൽ കൊടുക്കാം. അപ്പൊ ആർഗൺ, ഓക്കെ, ആർഗൺ നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ആയി. ഇനി ബാക്കി വരുന്ന എന്ത് മാത്രമേ ഉള്ളൂ? 4s1. ഇതായിരിക്കും എന്തിന്റെ വരിക? പൊട്ടാസ്യത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാം. അപ്പൊ ഇതാകുമ്പോൾ ഈസിയാണ്. ഉത്കൃഷ്ടവാദത്തിന്റെ എഴുതുക, അതിനുശേഷം ബാക്കി വരുന്ന കാര്യങ്ങൾ എഴുതാം. അപ്പൊ ഇതിന്റെ തൊട്ട് മുമ്പുള്ള പീരീഡിലെ ഉത്കൃഷ്ട മൂലകമായ ആർഗണിന്റെ ഇലക്ട്രോൺ വിന്യാസമാണ് ഈ ഒരു ദ്വാരം കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. പൊട്ടാസ്യത്തിന് നമുക്ക് ഈ ഒരു രീതിയിൽ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറ്റും. ഇനി സോഡിയം എടുത്തു. സോഡിയം Na11 ആണ്. അതിന് തൊട്ട് മുന്നിലുള്ള ഉത്കൃഷ്ട മൂലകം ഏതാണ്? നിയോൺ ആണ് അല്ലെ? നിയോൺ 10 വരുന്ന രീതിയിൽ നിയോൺ ആണ്. അങ്ങനെയാണെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കേ. നിയോണിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്താ വരിക? 1s2 പിന്നെ 2s2 2pയില് 6 വരെ വരും അല്ലെ? 2p6 അതാണ് നിയോണിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. സോഡിയത്തിന്റെ ആണെങ്കിൽ എന്ത് വരും? 1s2 2s2 2p6 പിന്നെ എങ്ങോട്ടേക്ക് വരും? 3sലേക്ക് വരും. 3s1 എന്നുള്ള രീതിയിൽ വരും. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടം വരെ എന്ത് വരുന്നുണ്ട്? നിയോണിന്റെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നിയോൺ ആദ്യം എഴുതാം. നിയോൺ എഴുതി നമ്മളൊരു ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് അതിനുശേഷം ബാക്കി വരുന്ന കാര്യങ്ങൾ 3s1. അപ്പൊ ഇതായിരിക്കും എന്തിൻ്റെത്? സോഡിയത്തിന്റെ. 3s1 ആണ്. 3s1 ഓക്കെ, 3s1 ഇതായിരിക്കും എന്തിന്റെ വരിക? സോഡിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം വരിക. അപ്പൊ നിയോണിന്റെ പ്രതീകം ചേർത്ത് ഇലക്ട്രോൺ വിന്യാസം ചുരുക്കി എഴുതുന്ന ഈ ഒരു രീതിയിലാണ് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് പീരിയോഡിക് ടേബിളിന്റെ സഹായത്തോടെ തൊട്ട് മുന്നിലെ ഉത്കൃഷ്ട വാതകം ഏതെന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിയാൽ സ്കാൻഡിയം എന്ന് പറയുമ്പോൾ 21 ആണ് വരുന്നത്. അപ്പൊ ആർഗണിന്റെ എവിടെ വരെ വരും? 18 വരെ അവിടെ വരും. 18 വരെ അവിടെ വരും. അതായത് 3p6 വരെ ഓൾറെഡി ഉണ്ടാവും. പിന്നെ എങ്ങോട്ടേക്ക് പോകും? 3p കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 4sലേക്കാണ് പോകുക. അപ്പൊ 4s2 then 3d1. അപ്പൊ ഈ ഒരു രീതിയിൽ എഴുതാൻ പറ്റും. ഇനി ഇവിടെ കാൽസ്യം 20 ആണെങ്കിൽ നമുക്ക് എങ്ങനെ തന്നെ എഴുതാം? ആർഗണിന്റെ അവിടെ ഉണ്ടാവും. പിന്നെ എന്ത് വരും? 4s2. ആർഗൺ 4s2 ഇതായിരിക്കും കാൽസ്യത്തിന്റെ. അങ്ങനെ മാഗ്നീഷ്യം, കൊബാൾട്ട്, സിങ്ക് ഇതിന്റെ ഒക്കെ എഴുതി നോക്കണേ. ഒന്ന് എഴുതി നോക്കാം. അപ്പൊ തൊട്ട് മുന്നിലുള്ള ഉത്കൃഷ്ട മൂലകം ഏതാണോ അതിനനുസരിച്ച് എഴുതുക. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഇതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പൊ ക്രോമിയത്തിന്റെയും ഇപ്പൊ നമ്മൾ ഇലക്ട്രോൺ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഒരു കാര്യം പഠിച്ചു. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ വരുന്ന ആ ഒരു ഇലക്ട്രോൺ കൂടി വരുന്ന രീതിയിൽ 4s എത്തും. അതിലെ 3pക്ക് ശേഷം 4sലാണ് ഫില്ല് ചെയ്യേണ്ടത്. അതിനുശേഷം മാത്രമേ 3d ഫില്ല് ചെയ്യൂ. ആ ഒരു കാര്യം കൂടെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ക്രോമിയത്തിന്റെയും അതുപോലെ തന്നെ കോപ്പറിന്റെയും ഇലക്ട്രോൺ വിന്യാസത്തിന്റെ പ്രത്യേകതയാണ്. ക്രോമിയം, കോപ്പർ
ഈ രണ്ട് മൂലകം ശ്രദ്ധിക്കുക, ക്രോമിയം, കോപ്പർ. അപ്പൊ ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ക്രോമിയത്തിന്റെ 24 സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എഴുതുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, 1s2 24 അല്ലേ, അപ്പം പിന്നെ വരിക 2s2 2 4 2p6 ആകുമ്പോൾ 10 പിന്നെ 3s2 പിന്നെ 3p6 എത്രയായി 18 അല്ലേ, പിന്നെ 4s2 പിന്നെ 3d എത്ര വരും 2 4 6 2 8 10 16 18 20 പിന്നെ വരിക 4 എണ്ണം 3d4. നമ്മൾ 3d കഴിഞ്ഞിട്ടാണ് കേട്ടോ 4s എഴുതുക സാധാരണ. 3d4 4s2 എന്നാണ് എഴുതുക. 3d4 4s2 ഈ ഒരു രീതിയിലാണ് എഴുതുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. 1s2 2s2 2p6 3s2 3p6 3d4 4s2. പക്ഷെ ഇതല്ല നമ്മൾ ശരിയായ രീതിയിൽ ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ഈ ഒരു രീതിയിലല്ല എഴുതുക. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സ്ഥിരതയില്ല. ഈ ഒരു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിന് എന്തില്ല, സ്ഥിരതയില്ല. അപ്പൊ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 3d എന്ന് പറയുന്നത് എന്താവും 5 ആയിട്ട് മാറും. 4 അല്ല 3d എന്തായിട്ട് മാറും 5. 3d 5 ആയിട്ട് മാറും. അപ്പൊ 4s എത്ര മാത്രമേ ഉണ്ടാവൂ 1 മാത്രമേ ഉണ്ടാവൂ. 4s എന്താണ് 1 മാത്രമേ ഉണ്ടാവൂ. 4s 1 മാത്രമേ ഉണ്ടാവൂ. ഇതാണ് ക്രോമിയത്തിന്റെ സ്ഥിരതയുള്ള സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ഓക്കെ, അപ്പോൾ ശരിയായ രീതി നമ്മൾ എഴുതുമ്പോൾ 3d4 എന്നാണ് എഴുതുക. പക്ഷെ അത് എന്താണ്, അതല്ല ക്രോമിയത്തിന്റെ എന്താണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം വരിക. എന്താണ് 3d5 4s1 ആണ്. 3d5 4s1 ആണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി സബ്ഷെല്ലിന് പരമാവധി 10 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ കഴിയും. ഈ സബ്ഷെൽ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ അല്ലെങ്കിൽ പകുതി നിറഞ്ഞിരിക്കുന്നതോ ആയ ക്രമീകരണങ്ങൾക്കാണ് സ്ഥിരത കൂടുതൽ. അപ്പൊ എന്തായാലും എല്ലാ ആറ്റവും സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്ഥിരത കൂടുതൽ എന്താണ്, ഒന്നില്ലെങ്കിൽ ഡിയിൽ 10 ഇലക്ട്രോൺ ഉണ്ടാവാം, അല്ലെങ്കിൽ ഡിയിൽ 5 ഇലക്ട്രോൺ ഉണ്ടാവാം. ആ ഒരു രീതിയിലായിരിക്കും സ്ഥിരത കൂടുതൽ. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ d4s2 അല്ലെങ്കിൽ d9s2 എന്നുള്ള ഇലക്ട്രോൺ ക്രമീകരണം വരേണ്ട ആറ്റങ്ങളിൽ സ്ഥിരതയ്ക്ക് വേണ്ടി ഇലക്ട്രോൺ പൂരണത്തിൽ എന്ത് ചെയ്യുന്നു, മാറ്റം നടക്കുന്നുണ്ട്. അതായത് d4s2 ആണ് വരുന്നെങ്കിൽ അതിന് പകരം എന്തായിട്ട് മാറും, d5s1 ആയിട്ട് മാറും. ഇനി d9 ആണ് നിറയുന്നുള്ളൂ എങ്കിൽ എന്ത് ചെയ്യും, d9s2 എന്ന് വന്നു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും, d10s1 ആയിട്ട് മാറും. ആ ഒരു രീതിയിൽ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും, സ്ഥിരത കൈവരിക്കും. ഓക്കെ, അതേപോലെ തന്നെയാണ് എഫ് സബ്ഷെല്ലും. നമുക്കറിയാം എഫിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകൾ എത്രയാണ്, 14 ആണ്. അപ്പൊ F14 അല്ലെങ്കിൽ F7 ഈ ഒരു രീതിയിലായിരിക്കും സ്ഥിരത കൈവരിക്കുക. ഓക്കെ, അപ്പം എഫിൽ എന്ത് ചെയ്യുന്നു, F13 വന്നു കഴിഞ്ഞിട്ട് S2 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യും, F14 ആയിട്ട് മാറും. ആ ഒരു രീതിയിലാണ് സ്ഥിരത കൈവരിക്കുന്നത്. അതുകൊണ്ടാണ് ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ഈ ഒരു രീതിയിൽ. അപ്പൊ ഇത് എന്തായാലും പഠിച്ചു വെക്കണേ. ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്, 3d5 4s1 ആണ്. 3d5 4s1 ആണ്. അപ്പൊ 3d4 4s2 ആ ഒരു രീതി തെറ്റാണ്. 3d4 4s2 എന്നുള്ള തെറ്റാണ്. അതെന്ത് ചെയ്യും, 3d5 4s1 എന്നുള്ള രീതിയിലായിട്ട് മാറും. ഇനി അതേ കേസ് തന്നെയാണ് ഇവിടെ നിന്ന് വരുന്ന കോപ്പറിന്റെയും വരുന്നത്. അപ്പൊ കോപ്പറിന്റെ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഇത് നോക്കി, ഇതിന്റെ അടിസ്ഥാനത്തിൽ കോപ്പറിന്റെ ഇലക്ട്രോൺ വിന്യാസങ്ങൾ ശരിയായത് ഏതാണെന്ന് കണ്ടെത്താൻ പറ്റുന്നത്. നോക്കിയേ, 1s2 2s2 2p6 3s2 3p6 3d9 4s2. അപ്പോൾ നോക്കിയേ 3d9 എന്ന് പറയുമ്പോൾ അത് എന്തില്ല, സ്ഥിരതയില്ല. അത് എന്തായിട്ട് മാറും, 10 ആയിട്ട് മാറും. അപ്പൊ ഇതായിരിക്കും എന്ത് വരിക, ശരിയായത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും പഠിച്ചു വെക്കണേ. ക്രോമിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം കോപ്പറിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള പഠിച്ചു വെക്കുക. അതായത് ഡിയിൽ 5 അല്ലെങ്കിൽ 10 ഉൾക്കൊള്ളുന്നതായിരിക്കും അതിന്റെ സ്ഥിരത കൂടുതൽ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണല്ലോ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ക്രോമിയം കോപ്പർ എന്നീ ആറ്റങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം, ക്രോമിയം കോപ്പർ എന്നീ ആറ്റങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ഡി സബ്ഷെല്ലിന് പകുതി നിറഞ്ഞതോ അല്ലെങ്കിൽ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ ആയ അവസ്ഥയാണ് സ്ഥിരത കൂടുതൽ പ്രകടമാക്കുന്നത്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ. ഇനി ബ്ലോക്ക് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും ബ്ലോക്കും എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വലിയൊരു ലെങ്ത് ഉള്ള വീഡിയോ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ എപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഒരു ആറ്റത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം തന്നിട്ടുണ്ട്, 1s2 2s2 2p6 3s2 എന്നാണ്. എങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയ്ക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ആറ്റത്തിൽ എത്ര ഷെല്ലുകൾ ഉണ്ടായിരിക്കും. അപ്പൊ നോക്കിയേ, ഇവിടെ അവസാനം വരുന്നു നോക്കാം. അപ്പൊ 3യിലാണ് വരുന്നത്. അപ്പൊ എത്ര ഷെല്ല് ഉണ്ടാവും, 3 ഷെല്ലുകൾ ഉണ്ടായിരിക്കും അല്ലെ, 3 ഷെല്ലുകൾ ഉണ്ടായിരിക്കും. 1s2 2s2 2p6 3s2. അപ്പൊ മൂന്നാമത്തെ ഷെല്ലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. 3 ഷെല്ലുകൾ ഉണ്ടായിരിക്കും. ഇനി ഓരോ ഷെല്ലിലെയും സബ് ഷെല്ലുകൾ ഏതൊക്കെയാണ്, ഒന്നാമത്തെ ഷെല്ലിൽ എസ് ആണ്, രണ്ടാമത്തെ ഷെല്ലിൽ എസും പിയും ആണ്, മൂന്നാമത്തെ ഷെല്ലിൽ എസ് മാത്രമേ സബ് ഷെല്ല് വരുന്നുള്ളൂ. ഓക്കെ, അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന ഏത് സബ് ഷെല്ലിലാണ്, എസ് സബ് ഷെല്ലിലാണ് അല്ലെ, 3s അവസാനത്തെ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്.
ആറ്റത്തിലെ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാം കൂട്ടിയാൽ മതി. 2, 2, 4, 10, 12. അപ്പം എത്ര ഇലക്ട്രോണുകളാണ് ഉള്ളത്? 12 ഇലക്ട്രോണുകളാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അറ്റോമിക നമ്പർ എത്രയാണ്? 12 ആണ്. അറ്റോമിക നമ്പർ 12 ആണ്. ഇനി സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ ചുരുക്കി എഴുതാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 12 ആകുമ്പോൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ചുരുക്കി എഴുതുമ്പോൾ 12ന് അടുത്ത് വരുന്ന ഉത്കൃഷ്ടവാതകം ഏതാ? 10 അല്ലെ? നിയോൺ ആണ്. നിയോൺ. അപ്പൊ നിയോണിനെ നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കുന്നു. ബാക്കി വരുന്ന കാര്യങ്ങൾ എഴുതുന്നു. നിയോണിന്റെ 10 വരെ ഓക്കെ ആയി. പിന്നെ 2 എണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. 10 എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിയോണിന്റെ എങ്ങനെയായിരുന്നു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം? 1s2 2s2 2p6 അല്ലെ? 2p6 ഇതുവരെയാണ് നിയോൺ വരിക. ബാക്കി വരിക ഏതാണ്? നിയോണിന് ശേഷം ബാക്കി വരിക 3s അല്ലെ? 3s 12 അല്ലേ? 3s2 ഇതായിരിക്കും നിയോണ്. 3s2 ഇതായിരിക്കും എന്ത് വരിക? ചുരുക്കിയിട്ട് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ചുരുക്കി എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം തന്നു കഴിഞ്ഞാൽ അത് ഏത് പീരീഡ് ആണ്, ഏത് ഗ്രൂപ്പ് ആണ് എന്നുള്ള കാര്യമൊക്കെ പഠിക്കാം. ഇപ്പൊ ഏത് ഷെല്ലിലാണെന്നൊക്കെ മനസ്സിലാക്കാനായല്ലോ. ഇത് സബ് ഷെല്ലാണെന്നൊക്കെ, എത്ര ഷെല്ലുണ്ട് അത്ര ആ ഒരു കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇനി ബാക്കി വരുന്ന ബ്ലോക്കുകൾ, അതായത് ഓരോ ബ്ലോക്ക് ഉണ്ട്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്, അങ്ങനെ ഓരോ ബ്ലോക്ക് ഉണ്ട്. ആ ഓരോ ബ്ലോക്കിന്റെയും പ്രത്യേകതകൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഒരു വലിയ വീഡിയോ ആയി പോകും. പിന്നെ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ചെറിയ ചെറിയ വീഡിയോ ആക്കിയിട്ട് ഇടുന്നതാണോ നിങ്ങൾക്ക് താല്പര്യം, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ ഇടുന്നതാണോ നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അടുത്ത SCRT ചാപ്റ്റർ അതുപോലെ ചെയ്യാം. അപ്പൊ ഇതെന്തായാലും നമ്മൾ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.